എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. 2025 നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്മസ് ആഘോഷങ്ങളുടെ കുറച്ച് മെമ്മറീസ് നമുക്ക് കേട്ടു നോക്കിയാലോ? എൻ്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ, പുതിയ വസ്ത്രങ്ങളുടെ ഒരു മണം, ഇതൊക്കെയാണ് നമ്മളെ ക്രിസ്മസ് ഇതാക്കുന്നത്. പിന്നെ നക്ഷത്രമൊക്കെ വീട്ടിൽ തന്നെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ പപ്പ ഈ അലക്, ഈ മുളേൻ്റെ ഇത് എന്നൊക്കെ പറയുമല്ലോ, അതെല്ലാം കട്ട് ചെയ്തിട്ട് വർണ്ണക്കടലാസൊക്കെ മേടിച്ച് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മൂത്ത അങ്കിൾ പിന്നെ എല്ലാ വീടുകളിലേക്കും, ഞങ്ങളുടെ ബന്ധുക്കളുടെ എല്ലാ വീടുകളിലേക്കും ക്രിസ്മസ് കേക്ക് വാങ്ങിയിരുന്നത് വയനാട്ടിലെ മീനങ്ങാടിയിലൊരു പ്രമുഖ പ്രശസ്തമായ ഒരു ബേക്കറിയിൽ നിന്നായിരുന്നു. അതൊക്കെയാണ് കുട്ടിക്കാലത്തെ ക്രിസ്മസിനെ പറ്റിയുള്ള. പിന്നെ പലഹാരങ്ങൾ പല ടൈപ്പിൽ, പല വിവിധ രീതിയിലുള്ള പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുമായിരുന്നു. അതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഓർമ്മകൾ. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇതിൽ എന്താ വ്യത്യാസം തോന്നുന്നത്? ഇപ്പോൾ എല്ലാം ഒരു കച്ചവടം, വെറും ഒരു ബിസിനസ്, ഒരു ഡിജിറ്റൽ, മറ്റേ ഈ നമ്മുടെ സ്റ്റാറുകൾ വരെ ഇപ്പോൾ LED ആയി. അത് LED-യിലും പിന്നെ നിയോൺ ഇതിലൊക്കെയാണ് സ്റ്റാറുകൾ വരുന്നത്. പിന്നെ വേറെ നല്ല ഓർമ്മകൾ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഗ്രീറ്റിംഗ് കാർഡ്സ്, പുതുവത്സരവും ക്രിസ്മസ് ഒക്കെ ആശംസിച്ചുകൊണ്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് കിട്ടുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഇതായിരുന്നു. കിട്ടുന്ന സമയത്തിൻ്റെ ആഹ്ലാദം. ഇപ്പൊ അതൊന്നും യെസ്, ഇപ്പോൾ ഈ ഇമെയിലുകൾ, വാട്സപ്പും മറ്റേ ഇതൊക്കെ തന്നെ നവമാധ്യമങ്ങൾ വന്നതോടുകൂടി അതിലൊന്നും ഒരു പ്രാധാന്യം ഇല്ലാത്തതായില്ല. അതൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ ക്രിസ്മസിനെ പറ്റിയുള്ള ഓർമ്മകൾ. ഇപ്പൊ പഴയ പോലെ ഒരു ഹാപ്പിനെസ്, ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ടുഗദർനെസ്, ആ ഒരു ഇതൊക്കെ കുറവായിട്ടുള്ള പോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്മസ് മെമ്മറീസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പറയൂ, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.